മോർണിംഗ് ഓൾ. അപ്പോൾ എല്ലാവരും ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ്സിൽ ഇരിക്കാൻ റെഡിയാണോ? ആണല്ലേ. അപ്പോൾ നമ്മുടെ കെമിസ്ട്രിയിലെ 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ രാസമാറ്റങ്ങൾ എന്ന ചാപ്റ്ററാണ് നോക്കിക്കൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഈ പാഠഭാഗത്തിലുള്ള പല കാര്യങ്ങളും പഠിച്ചു. എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നത്? വൈദ്യുത വിശ്ലേഷണം എന്താന്ന് പഠിച്ചു അല്ലെ. വൈദ്യുത വിശ്ലേഷണം പഠിച്ചു. പിന്നെന്താ, ഇലക്ട്രോഡുകൾ എന്താണ്, ഇലക്ട്രോലൈറ്റുകൾ എന്താണെന്ന് പഠിച്ചു അല്ലെ. വേറെന്താണ് പഠിച്ചത്? വൈദ്യുത രാസ സെല്ല് പഠിച്ചിട്ടുണ്ട് അല്ലെ. വൈദ്യുത രാസ സെല്ലും അതിന്റെ ഭാഗങ്ങളും അതിന്റെ പ്രവർത്തനങ്ങളും ഒക്കെ എങ്ങനെയാന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. പിന്നെ അവസാനം നമ്മൾ എന്താ ചെയ്തത്? നാരങ്ങ കൊണ്ട് ബാറ്ററി ഉണ്ടാക്കി അല്ലെ. നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ പോയിട്ട് ഇത് ചെയ്ത് നോക്കിയോ? നാരങ്ങ കൊണ്ട് ബാറ്ററി ഉണ്ടാക്കാൻ നോക്കിയോ? ആണല്ലേ, കുറച്ചു പേരൊക്കെ ചെയ്തിട്ടുണ്ട് അല്ലെ. വെരി ഗുഡ്. അപ്പോ ഇന്ന് നമുക്ക് പുതിയൊരു ഭാഗത്തിലേക്ക് കടക്കാം. നിങ്ങൾ ഈ സ്വർണ്ണവള, സ്വർണത്തിന്റെ ആഭരണങ്ങള്, വെള്ളിയുടെ ആഭരണങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? അതുപോലെ സ്വർണം പോലെയുള്ളതും വെള്ളി പോലെയുള്ളതൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ? ഇമിറ്റേഷൻ ഗോൾഡ്, റോൾഡ് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ കുറച്ച് നമ്മൾ സ്വർണ്ണമൊക്കെ ഇടുന്ന പോലെ കുറെ കാലം നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമോ? നനച്ചിട്ടും അല്ലെങ്കിൽ എന്തിന്റെ മുകളിൽ ഒരഞ്ഞാലൊക്കെ ചില സ്വർണം പോലെ കാണപ്പെടുന്ന ചില ലോഹങ്ങൾ അല്ലെങ്കിൽ ചില ആഭരണങ്ങളൊക്കെ എന്താണ്, കളർ പോവും അല്ലെ, സ്വർണത്തിന്റെ നിറം മാറും. അപ്പോ ഇവിടെ എന്താ സംഭവിക്കുന്ന വെച്ചാല്, അപ്പൊ ഈ സ്വർണം പോലുള്ള ഇമിറ്റേഷൻ ഗോൾഡ് അല്ലെങ്കിൽ റോൾഡ് ഗോൾഡ് എന്നൊക്കെ പറയുന്ന ആഭരണങ്ങളുടെ മുകളിലൊക്കെ സ്വർണത്തിന്റെ ഒരു നേരിയ ആവരണം മാത്രമേ ഉള്ളൂ. അത് കംപ്ലീറ്റ് സ്വർണ്ണമല്ല അല്ലെ. സ്വർണത്തിന്റെ ഒരു നേരിയ ആവരണം മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇത്തരത്തില് ഒരു ലോഹം മറ്റൊരു ലോഹത്തിന്റെ മുകളിൽ, അതായത് ഒരു ലോഹത്തിന്റെ നേർത്ത ആവരണം മറ്റൊരു ലോഹത്തിന്റെ മുകളിൽ ഉണ്ടാക്കണമെങ്കിൽ അവിടെ നമ്മൾ വൈദ്യുതി ഉപയോഗിക്കും. അപ്പൊ ഇതൊരു വൈദ്യുത രാസപ്രവർത്തനമാണ്. അത്തരത്തില് ഒരു ലോഹം മറ്റൊരു ലോഹത്തിന്റെ മുകളിൽ പൂശുന്ന വൈദ്യുതി ഉപയോഗിച്ച് ആവരണം തീർക്കുന്നതിനെ നമ്മൾ വൈദ്യുത ലേപനം എന്ന് വിളിക്കും. എന്താണ്? വൈദ്യുത ലേപനം അല്ലെങ്കിൽ ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പോ വൈദ്യുത ലേപനം നടത്താനുള്ള എക്സ്പെരിമെന്റൽ സെറ്റപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. ഇവിടെ ഞാൻ വൈദ്യുത ലേപനം നടത്താനുള്ള ഒരു സ്റ്റീൽ മോഡൽ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കാം. അപ്പോ ഇവിടെ ഒരു ബീക്കർ എടുത്തിട്ടുണ്ട്. ബീക്കറിൽ എന്തുണ്ട്? സിൽവർ സയനൈഡിന്റെയും സോഡിയം സയനൈഡ് ലായനിയുടെയും മിശ്രിതമുണ്ട്. സിൽവർ സയനൈഡ് ലായനിയുടെയും സോഡിയം സയനൈഡ് ലായനിയുടെയും മിശ്രിതമുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വൈദ്യുത വിശ്ലേഷണമൊക്കെ എടുത്തില്ലേ? അവിടെ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എന്തായിരുന്നു എടുത്തത്? കോപ്പർ സൾഫേറ്റ് അല്ലെ. കോപ്പർ സൾഫേറ്റ് ആണ് എടുത്തത്. അപ്പൊ ഇവിടെ നമ്മള് സിൽവർ സയനൈഡിന്റെയും സോഡിയം സയനൈഡിന്റെയും ഒരു മിശ്രിതം എടുത്തിട്ടുണ്ട് ഈ ബീക്കറിൽ. അതിലേക്ക് എന്താണ് മുക്കി വെച്ചിരിക്കുന്നത്? ഒരു സിൽവർ ഇലക്ട്രോഡ് അല്ലെ, ഒരു വെള്ളി ദണ്ട് നമ്മൾ ഇതിലേക്ക് മുക്കി വെച്ചിട്ടുണ്ട് അല്ലെ. ഇത് ഇവിടെ എന്താണ്, ഇത് കണക്ട് ചെയ്ത് ഈ സർക്യൂട്ടിൽ ഒരു സ്വിച്ച് ഉണ്ട്, ഒരു ബാറ്ററി ഉണ്ട് അല്ലെ. ഇതൊരു ബാറ്ററി വഴി എന്തുമായിട്ടാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്? ഒരു ഇരുമ്പ് വളയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്വിച്ച് ഓൺ ചെയ്താൽ എന്ത് സംഭവിക്കുമെന്നാണ് നമുക്കറിയേണ്ടത്. അതിന്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പെരിമെന്റ് നമുക്ക് കണ്ടാലോ? നമുക്കൊരു വീഡിയോ കണ്ടുവരാം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് നിരീക്ഷണങ്ങൾ എന്താണെന്ന് പറയണം കേട്ടോ. To the bar of the metal, for example, pure silver. Thus, the spoon acts as the cathode in the electrolysis, while the bar of the metal acts the anode. The electrolyte is a solution of salt that contains the ion of the anode metal, for example, silver nitrate. As soon as electric current start flowing through the solution, electrons begin to escape from the silver anode. This results in the formation of positively charged ions which separate from the anode and pass into the solution. There they migrate towards the cathode, attracted by its negative charge. When they reach the cathode, they accept electrons from it and change into silver atoms which deposits onto the cathode in the form of thin metallic layer. The thickness of the layer depends on the conditions under which the electrolysis is conducted. This process is known as electroplating. അപ്പോൾ എല്ലാവരും
എക്സ്പെരിമെന്റ് കണ്ട് നിരീക്ഷണങ്ങൾ രേഖപ്പെടുത്തിയോ? എന്താണ് നിങ്ങളുടെ നിരീക്ഷണങ്ങള്? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം അല്ലെ. അപ്പൊ എന്തായിരുന്നു? സിൽവർ സയനൈഡിന്റെ ലായനിയിലേക്ക് നമ്മളൊരു സിൽവർ ഇലക്ട്രോഡ് അഴുത്തി വെച്ചിട്ടുണ്ട്. അത് ഒരു ബാറ്ററി വഴി ഇരുമ്പ് വളയായിട്ട് ബന്ധിപ്പിച്ചിട്ട് അതും ഇതിലേക്ക് ആഴ്ത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടെ സ്വിച്ച് ഇട്ടപ്പോ നിങ്ങൾ വീഡിയോ കണ്ടു. സ്വിച്ച് ഇട്ടപ്പോ എന്താ നിങ്ങൾ കണ്ടത്? ഈ സിൽവർ പോയിട്ട് ഇവിടെ ഇരുമ്പ് വളയിൽ ഡെപ്പോസിറ്റ് ചെയ്തു അല്ലെ. ഇരുമ്പ് വള മൊത്തം ഒരു സിൽവറിന്റെ ആവരണം ഉണ്ടായി ഇരുമ്പ് വളയിൽ മൊത്തം. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി നമുക്ക് സിൽവറിന് പകരം ഗോൾഡ് ആണ്, സ്വർണ്ണമാണ് പൂശേണ്ടതെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? എന്ത് വ്യത്യാസം ഇതിൽ വരുത്തേണ്ടത്? സിൽവർ ദണ്ടിന് പകരം നമ്മൾ ഗോൾഡിന്റെ ഇലക്ട്രോഡ് എടുക്കണം അല്ലെ. ഗോൾഡിന്റെ ദണ്ട് അല്ലെ, സ്വർണ്ണ ദണ്ട് എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വെള്ളി, അതായത് സിൽവർ സയനൈഡ് ലായനിക്ക് പകരം ഗോൾഡ് സയനൈഡ് എടുക്കണം. മനസ്സിലായല്ലോ? അപ്പോ ഇത്തരത്തില് ഒരു ലോഹവസ്തുക്കളില് മറ്റൊരു ലോഹത്തിന്റെ നേർത്ത ആവരണം തീർക്കുക അല്ലെ. വൈദ്യുതി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത്. ഈ ഒരു പ്രക്രിയക്കാണ് നമ്മൾ എന്ത് പറയുന്നത്? വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ എന്താണ്? വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കളില് മറ്റൊരു ലോഹത്തിന്റെ ആവരണം തീർക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ വൈദ്യുത ലേപനം എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? ഇനി അടുത്തതായിട്ട് നിങ്ങളുടെ സ്ക്രീനിലേക്ക് ഒരു ആക്ടിവിറ്റി കാർഡ് വരുന്നുണ്ട്. അപ്പോ ആ ആക്ടിവിറ്റി കാർഡില് ഒരു ഭാഗത്ത് നമ്മൾ ഇതുവരെ പഠിച്ച കുറെ എക്സ്പെരിമെന്റുകൾ, കുറെ പരീക്ഷണങ്ങളുടെ ആണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത ഭാഗത്ത് ഒരു ഭാഗത്ത് കുറെ രാസമാറ്റങ്ങൾ തന്നിട്ടുണ്ട്. അത് ഭാഗത്ത് എങ്ങനെയാണ് അവിടെ ഉണ്ടായിട്ടുള്ള ഊർജ്ജമാറ്റം എന്താണ് എന്നാണ് നിങ്ങൾ പറയേണ്ടത്. പ്രധാന ഊർജ്ജമാറ്റം എന്താണ് എന്നാണ് പറയേണ്ടത്. അപ്പൊ ആദ്യത്തെ റിയാക്ഷൻ എന്താണ്? ആദ്യത്തെ പ്രവർത്തനം എന്താണ്? മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡും തമ്മിലുള്ള പ്രവർത്തനം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അതായത് നമ്മളൊരു ടെസ്റ്റ് ട്യൂബിലേക്ക് മഗ്നീഷ്യം എടുത്തിട്ട് അതിലേക്ക് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചപ്പോ എന്ത് സംഭവിക്കുക ചെയ്തത്? ഇവിടെ നിന്നൊരു കുമിളകളെല്ലാം പോയില്ലേ? ആ കുമിളകൾ എന്തായിരുന്നു? ആ കുമിളകളിൽ നമ്മളൊരു മെഴുകുതിരിയില്, ഈ ടെസ്റ്റ് ട്യൂബിന്റെ വായ ഒരു മെഴുകുതിരിയിൽ കാണിച്ചപ്പോ എന്താ ഒരു പൊട്ടലോട് കൂടെ ഒരു ടഫ് സൗണ്ടോട് കൂടി ഈ ഒരു വാതകം കത്തിയിട്ടുണ്ട് അല്ലെ. അതെന്താണ്? ഹൈഡ്രജൻ ആണ്. ലോഹങ്ങളും ആസിഡും കൂടി പ്രവർത്തിക്കുമ്പോൾ പുറത്തു വിടുന്ന വാതകം ഹൈഡ്രജൻ ആണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ഈ ഒരു എക്സ്പെരിമെന്റ് നടക്കുമ്പോ ഈ ടെസ്റ്റ് ട്യൂബിൽ തൊട്ട് നോക്കിയാൽ നല്ല ചൂടുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പോ ഇവിടെയുള്ള ഊർജ്ജമാറ്റം എങ്ങനെയാണ് ഈ ഒരു രാസപ്രവർത്തനം നടന്നിട്ടുള്ളത്? ഊർജം പുറത്തു വിട്ടുണ്ട് അല്ലെ. താപോർജം പുറത്തു വിടുകയാണ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ എഴുതി ചേർക്കാം താപോർജം പുറത്തു വിടുന്നു. പ്രധാന ഊർജ്ജമാറ്റത്തിൽ നിങ്ങൾക്ക് എഴുതി ചേർക്കാം താപോർജം പുറത്തു വിടുന്നു. അടുത്തതായി പൊട്ടാസ്യം പെർമാംഗനേറ്റിന്റെ വിഘടനം. അതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ട എക്സ്പെരിമെന്റ് ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുമ്പോൾ അവിടെ ഏതോ ഒരു വാതകം ഉണ്ടാവുന്നുണ്ട്. അതിൽ നമ്മൾ ചന്ദനത്തിരിയൊക്കെ വെച്ച് നോക്കി അല്ലെ. ചന്ദനത്തിരി വെച്ച് നോക്കിയപ്പോ എന്താണ്? ചന്ദനത്തിരി ആളിക്കത്തി അല്ലെ. ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ചന്ദനത്തിരി ആളിക്കത്തി. അപ്പൊ അവിടെ കത്താൻ സഹായിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുമ്പോൾ അവിടെ ഓക്സിജൻ വാതകമാണ് ഉണ്ടാകുന്നതെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിക്കുന്നത്? എന്ത് ചെയ്തപ്പോഴാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ചത്? ചൂടാക്കിയപ്പോഴാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് വിഘടിച്ചത്. അപ്പോ ഇവിടെ പ്രധാന ഊർജ്ജമാറ്റം എന്താ? താപോർജം ആഗിരണം ചെയ്യുന്നു അല്ലെ. താപോർജം ആഗിരണം ചെയ്യാണ് ചെയ്യുന്നത്. അടുത്തത് സോഡിയം ഹൈഡ്രോക്സൈഡും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ടുള്ള നിർവിരീകരണ പ്രവർത്തനം അഥവാ ന്യൂട്രലൈസേഷൻ എന്താ നിങ്ങൾക്കറിയാലോ? ന്യൂട്രലൈസേഷൻ എന്തായിരുന്നു? ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിച്ചിട്ട് ജലവും ലവണവും ഉണ്ടാകുന്ന പ്രവർത്തനമാണ് അല്ലെ. പ്രവർത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ആസിഡിന്റെ ഗുണം ഉണ്ടാവില്ല, ആൽക്കലിയുടെ ഗുണം ഉണ്ടാവില്ല. അവിടെ ജലവും ലവണവും ഫോം ചെയ്യും. അപ്പൊ ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ് ആൽക്കലി, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആണ് ആസിഡ്. ഇതെന്ത് തരം പ്രവർത്തനം? ഇത് നടക്കുമ്പോഴും അവിടെ ചൂടുണ്ടാവുന്നുണ്ട്. താപം പുറത്തു വിട്ടുകൊണ്ടാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് അവിടെ എഴുതാം താപം പുറത്തുവിടുന്നു അല്ലെ. അടുത്തത് പ്രകാശ സംശ്ലേഷണം. പേരിൽ തന്നെ ഉണ്ടല്ലോ പ്രകാശ സംശ്ലേഷണം. പ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് നടക്കുന്നത്. പ്രകാശത്തിന്റെ വേറെന്തോതിന്റെ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ,
ക്ലോറോഫിൽ, ഹരിതഗണം അല്ലെ. ഹരിതഗണത്തിൽ അടങ്ങിയിട്ടുള്ള ഒരു ലോഹത്തിന്റെ പറ്റിയൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു? മഗ്നീഷ്യം. ഓക്കെ, അതൊക്കെ പോട്ടെ. ഈ റിയാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? പ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ്. പ്രകാശത്തിലെ പകല് നടക്കുന്ന റിയാക്ഷൻ ആണ്. പ്രകാശം ആഗിരണം ചെയ്തുകൊണ്ടാണ് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത്. അടുത്തത് എന്താണ്? കോപ്പർ സൾഫേറ്റ് വിഘടിക്കുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ കോപ്പർ സൾഫേറ്റ് വിഘടിക്കുന്നത്. ഓർമ്മയില്ലേ? കോപ്പർ ദണ്ടുകൾ ഇലക്ട്രോഡായിട്ട് വെച്ചു, കോപ്പർ സൾഫേറ്റ് ലായനി ഇലക്ട്രോലൈറ്റ് ആയിട്ട് വെച്ചു. അതുകൂടെ വൈദ്യുതി കടത്തി വിട്ടപ്പോ കോപ്പർ സൾഫേറ്റ് ലായനിക്ക് പച്ച നിറമായി, അല്ലെ, നീല നിറം മാറി പച്ച നിറമായി. കൂടാതെ കാർബൺ ദണ്ടുകളിൽ കോപ്പർ നിക്ഷേപിക്കപ്പെട്ടു. അപ്പൊ ഇവിടെ കോപ്പർ സൾഫേറ്റ് വിഘടിച്ചോ? എങ്ങനെയാ വിഘടിച്ചത്? ബാറ്ററി കൂടെ വൈദ്യുതി എത്തിയപ്പോഴല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ എഴുതാം എന്താ? വൈദ്യുതി ആഗിരണം ചെയ്യുന്നു. വൈദ്യുതി ആഗിരണം ചെയ്യുന്നു. അടുത്തത് സിൽവർ ബ്രോമൈഡ് വിഘടിക്കുന്നു. സിൽവർ ബ്രോമൈഡ് വിഘടിക്കുന്നു. നമുക്കറിയാം ഒരു പെയിൽ യെല്ലോ കളറാണ് സിൽവർ ബ്രോമൈഡ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കിയതാണ്. ആ പെയിൽ യെല്ലോ ഉള്ള സിൽവർ ക്ലോറൈഡ് നമ്മൾ എന്ത് ചെയ്തപ്പോഴാണ് കറുത്ത നിറായത്? വെയിലത്ത് കൊണ്ടുവച്ചപ്പോ അല്ലെ. വെയിലത്ത് കൊണ്ടുവച്ചപ്പോ അത് കറുത്ത നിറമായിട്ട് മാറി. അപ്പോ അവിടെ എന്താ നടക്കുന്നത്? പ്രകാശം ആഗിരണം ചെയ്യാണ്. പ്രകാശം ആഗിരണം ചെയ്തിട്ടാണ് അവിടെ കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എഴുതാം പ്രകാശം ആഗിരണം ചെയ്യുന്നു. അടുത്തത് എന്താണ്? വൈദ്യുത ലേപനം. നമ്മൾ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ വൈദ്യുത ലേപനം. എന്താ ചെയ്യുന്നത്? വൈദ്യുതി ആഗിരണം ചെയ്യുന്നു. അതിന് ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ടല്ലോ, അറിയാലോ. വൈദ്യുതി ആഗിരണം ചെയ്തിട്ടാണ് വൈദ്യുതി ലേപനം നടക്കുന്നത്. ഇനി ആസിഡും ലോഹങ്ങളും തമ്മിലുള്ള പ്രവർത്തനം. ഇത് തന്നെയല്ലേ മഗ്നീഷ്യം ഹൈഡ്രോക്ലോറിക് ആസിഡ് തമ്മിലുള്ള പ്രവർത്തനം. അവിടെ മഗ്നീഷ്യം എന്താണ്? ലോഹം, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡ്. അവിടെ എന്താണ്? താപോർജ്ജം പുറത്തുവിടുന്നു. ഇത്രയും മനസ്സിലായല്ലോ? ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. ഇത് നിങ്ങൾ ശാസ്ത്ര ഡയറിയിൽ അല്ലെ, സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തി വെക്കണം. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് കുറെ പ്രവർത്തനങ്ങൾ. ഇതേപോലെ തന്നെ ഇപ്പോൾ എഴുതിയ പോലെ തന്നെ കുറെ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ സ്ക്രീൻ കാർഡിൽ കാണാം. അതിന്റെ ഒരു വശത്ത് അതിന്റെ പ്രവർത്തനങ്ങളാണ് എഴുതിയിരിക്കുന്നത്. മറ്റൊരു വശത്ത് നിങ്ങൾ എന്ത് എഴുതണം? രാസപ്രവർത്തനത്തിന്റെ പേരെഴുതണം. രാസപ്രവർത്തനത്തിന്റെ പേരെഴുതണം. നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോവാം. അതെന്താണ്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുന്നു. എങ്ങനെയാണ്? താപമാഗിരണം ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ അത് താപരാസപ്രവർത്തനം അല്ലെ. അല്ലെങ്കിൽ നമുക്ക് താപ ആഗിരണ പ്രവർത്തനം എന്നും എഴുതാം. നിർവിരീകരണ പ്രവർത്തനം. ഹൈഡ്രോക്ലോറിക് ആസിഡും മഗ്നീഷ്യം തമ്മിലുള്ള പ്രവർത്തനം കണ്ടില്ലേ? മഗ്നീഷ്യം തമ്മിലല്ല. മഗ്നീഷ്യം എന്താണ്? ലോഹം അല്ലെ. അത് ഹൈഡ്രോക്ലോറിക് ആസിഡും ലോഹവും തമ്മിലുള്ള പ്രവർത്തനമാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം ഹൈഡ്രോക്സൈഡും തമ്മിലുള്ള പ്രവർത്തനമാണ് നിർവിരീകരണ പ്രവർത്തനം അല്ലെ. ആസിഡും ആൽക്കലിയും തമ്മിലുള്ള പ്രവർത്തനം. അവിടെ എന്താണ്? താപം പുറത്തുവിടുന്നത് താപമോചക പ്രവർത്തനമാണ്. അടുത്തത് കോപ്പർ സൾഫേറ്റിന്റെ വിഘടനം. എന്താണ്? വൈദ്യുത രാസപ്രവർത്തനമാണ്. വെരി ഗുഡ്. വൈദ്യുത രാസപ്രവർത്തനം. വൈദ്യുത ലേപനം അതും എന്താണ്? വൈദ്യുത രാസപ്രവർത്തനമാണ്. ഇനി ആസിഡും ലോഹങ്ങളുമായിട്ടുള്ള പ്രവർത്തനം എന്താണ്? താപ മോചകാണോ ആഗിരണ പ്രവർത്തനമാണോ? ടെസ്റ്റ് ട്യൂബിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട് അല്ലെ. താപ മോചക പ്രവർത്തനമാണ്. അടുത്തത് പ്രകാശ സംശ്ലേഷണം. അറിയാലോ, പ്രകാശ രാസപ്രവർത്തനമാണ്. അപ്പൊ ഇത്രയും നിങ്ങൾ പഠിച്ചു അല്ലെ. അടുത്ത നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് വൈദ്യുത രാസസെല്ലുകളാണ്. എന്താണ്? വൈദ്യുത രാസസെല്ലുകൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അതിൽ വിവിധ തരം സെല്ലുകളെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വിവിധ തരം സെല്ലുകൾ. ഓക്കെ, എന്താ നോക്കാലോ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഓരോ സെല്ലുകളായിട്ട് കാണിച്ചു തരാം. എന്തേത്? നിങ്ങൾ സാധാരണ റിമോട്ടിലും ഒക്കെ കാണുന്ന സെല്ലാണ് അല്ലെ. റിമോട്ടിലൊക്കെ നിങ്ങൾ ഇത് കാണാറുണ്ട്. നിങ്ങൾക്ക് വൈദ്യുത സെല്ലിന് പോസിറ്റീവും നെഗറ്റീവും ഒക്കെ ഉണ്ടെന്ന് അറിയാലോ. ഏതാണ് ഇതിന്റെ പോസിറ്റീവ്? ഇതാ ഈ ഉന്തി നിൽക്കുന്ന ഭാഗം അല്ലെ. ഇതാണ് ഇതിന്റെ പോസിറ്റീവ് പോൾ. ഇത് നെഗറ്റീവ് ആയിരിക്കും. ഈ പരന്ന് നിൽക്കുന്ന ഭാഗമായിരിക്കും നെഗറ്റീവ്. അപ്പോ ഇതാണ് എന്താണ് നമ്മൾ പറയാം? ഇതിന് പറയുന്ന പേരാണ് ഡ്രൈ സെൽ. ഓക്കെ, ഇതാണ് ഡ്രൈ സെൽ. ഇത് എത്ര വോൾട്ട് ഉണ്ടെന്നൊക്കെ ഇതിന്റെ മുകളിലും എഴുതിയിട്ടുണ്ടാവും. 1.5 ആണ് സാധാരണ ഉണ്ടാവുക. ഓക്കെ, അടുത്തത് നിങ്ങൾ കാണുമെന്നറിയില്ല. കാണാവോ? ഇത് നിങ്ങൾ എവിടെ കണ്ടത്? വാച്ചിലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലെ. വാച്ചിലൊക്കെ
കണ്ടിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ മെർക്കുറി സെൽ എന്ന് പറയുന്നത്. എന്താണ് മെർക്കുറി സെൽ? ഇതാണ് ഇതിന്റെ പോസിറ്റീവ് വശം. കുറച്ച് ഉന്തി നിൽക്കുന്ന ഭാഗമാണ് ഇതിന്റെ പോസിറ്റീവ് വശം. ഈ നല്ലോണം പരന്നു നിൽക്കുന്നത് നെഗറ്റീവ് വശം. അപ്പോ ഇതിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും HGO എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. HG. അപ്പോ മെർക്കുറി സെല്ലാണ്. HG ഇതിന്റെ സിമ്പിളാണ്, മെർക്കുറിയുടെ സിമ്പിൾ ആണല്ലോ. ഓക്കെ. അപ്പോ അടുത്തതാണ് എന്താണ്, നിങ്ങൾക്ക് വളരെയധികം പരിചിതമായിട്ടുള്ള സെല്ലാണ്. എവിടെ ഇത് കാണുന്നേ സാധാരണ? നിങ്ങൾ സാധാരണയായിട്ട് മൊബൈൽ ഫോണിലാണ് ഇത്തരം സെല്ലുകൾ കാണുന്നത്. ഇതിന്റെ വോൾട്ട് എത്രയുണ്ട്? 3.7 ഒക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള മൊബൈലിന്റെ ബാറ്ററി ഒക്കെ നോക്കിയാണ് മതി. ഇതിനാണ് എന്ത് പറയുന്നത്? ലിത്തിയം അയോൺ സെല്ലാണ് ഇത്. ലിത്തിയം അയോൺ സെല്ലിന്റെ ഡെവലപ്മെന്റിനൊക്കെ കഴിഞ്ഞ വർഷത്തെ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പോ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരട്ടെ. കഴിഞ്ഞ വർഷത്തെ നോബൽ പ്രൈസ് വിജയികൾ അല്ലെ, അതായത് ലിഥിയം അയോണിന്റെ ഡെവലപ്മെന്റിന് നോബൽ പ്രൈസ്, രസതന്ത്രത്തിൽ നോബൽ പ്രൈസ് കിട്ടിയ വിജയികളുടെ പേരൊന്ന് കണ്ടെത്തി എഴുതി തരണം കേട്ടോ. അപ്പൊ ഇതാണ് എന്താ ഇതിന്റെ പേര്? ലിഥിയം അയോൺ സെൽ. ലിഥിയം അയോൺ സെൽ. അടുത്തതായിട്ടാണ് മറ്റൊരു സെല്ല്. ഏതാണ്ട് ഇതിന്റെ ആകൃതിയൊക്കെ ഡ്രൈ സെല്ല് പോലെ തന്നെ ഉണ്ട് അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഈ ഉന്തി നിൽക്കുന്ന ഭാഗമാണ് ഇതിന്റെ പോസിറ്റീവ് വശം. ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്നത് ഇതിന്റെ നെഗറ്റീവ് വശം. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ പേര്? നിക്കൽ കാഡ്മിയം ബാറ്ററി ആണത്. നിക്കൽ കാഡ്മിയം സെൽ. ഓക്കെ. അപ്പൊ ഇതിന് പറയുന്ന പേരാണ് നിക്കൽ കാഡ്മിയം സെൽ. ഇനി ഓരോ സെല്ലും എവിടെയൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് അത് ഉപയോഗപ്പെടുത്തുന്നത് നമുക്ക് പഠിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഞാൻ അതിന്റെ ഒരു ചാർട്ട് കാണിച്ചു തരാം. അപ്പൊ ഒരു വശത്ത് നമ്മൾ സെല്ലിന്റെ പേര് എഴുതിയിട്ടുണ്ട്, മറ്റൊരു വശത്ത് ഉപകരണം എഴുതിയിട്ടുണ്ട്. ഏതൊക്കെ ഉപകരണങ്ങളിലാണ് ഈ സെല്ല് ഉപയോഗിക്കുന്നത്? അപ്പൊ നമുക്ക് വായിച്ചു നോക്കാലോ. ഓരോരുത്തരായിട്ട് നമുക്ക് വായിച്ചു നോക്കാം. ഡ്രൈ സെൽ. ഡ്രൈ സെൽ എവിടെയാണ് ഉപയോഗിക്കുന്നത്? റേഡിയോയിൽ. നിങ്ങൾ കണ്ടിട്ടില്ലേ റേഡിയോയിലൊക്കെ? പഴയ റേഡിയോ ഒക്കെ കണ്ടിട്ടില്ലേ വീടുകളിലൊക്കെ ഉള്ളത്? റേഡിയോയിൽ ഉപയോഗിക്കുന്നുണ്ട്, ക്യാമറയിൽ ഉപയോഗിക്കുന്നുണ്ട്, ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം അല്ലേ? ക്ലോക്കുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ കളിപ്പാട്ടങ്ങളിലൊക്കെ അല്ലെ, ലൈറ്റിലൊക്കെ കത്തുന്ന കാറ്, അങ്ങനത്തെ വിമാനങ്ങള് അല്ലെ, അങ്ങനത്തെ കുറെ കളിപ്പാട്ടങ്ങളില്ലേ? അപ്പൊ അതിലൊക്കെ ഡ്രൈ സെല്ലാണ് ഉപയോഗിക്കുന്നത്. എന്തൊക്കെയാണ്? റേഡിയോകൾ, ക്യാമറകൾ, ക്ലോക്കുകൾ, കളിപ്പാട്ടങ്ങൾ അല്ലെ. കൂടുതൽ ഉപകരണങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്തി ഈ പട്ടിക വിപുലീകരിക്കാം കേട്ടോ. അടുത്തത് മെർക്കുറി സെൽ അല്ലെ. മെർക്കുറി സെൽ അതായത് നമ്മുടെ വാച്ചിലൊക്കെ കാണുന്ന സെല്ല്. അപ്പൊ നമുക്ക് ആരും തന്നെ എഴുതാലോ വാച്ചുകൾ. അത് ഓർക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. വാച്ചുകളിൽ കാണുന്നുണ്ട്. പിന്നെ എന്താണ്? കാൽക്കുലേറ്ററുകൾ അല്ലെ. കാൽക്കുലേറ്ററുകളിലൊക്കെ ഡ്രൈ സെല്ല് സാധാരണ ഉണ്ടാകാറുണ്ട്. സോളാർ ആയിട്ടുള്ള കാൽക്കുലേറ്ററുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലെ. സോളാർ എല്ലാം ഉണ്ട്. അപ്പോ വാച്ചുകൾ, കാൽക്കുലേറ്ററുകൾ, മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ അല്ലെ, പലതരം ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും ഈ ഒരു സെല്ല് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെന്താ? അതുപോലെ തന്നെ കളിപ്പാട്ടങ്ങൾ. നിങ്ങൾ ചെറിയ നമ്മൾ 10 രൂപ വാങ്ങുന്ന ചെറിയ സിഗർ ലൈറ്റ് ഒക്കെ ഇല്ലേ? സിഗർ ലൈറ്റിന്റെ അകത്തൊക്കെ ഇങ്ങനത്തെ 3 എണ്ണം ഇട്ടിട്ടുണ്ടാവും. നിങ്ങൾ നോക്കിയാൽ മതി. അതുപോലെ തന്നെ പല കളിപ്പാട്ടങ്ങളിൽ, ലൈറ്റുള്ള അങ്ങനത്തെ കളിപ്പാട്ടങ്ങളിൽ ഇങ്ങനത്തെ മെർക്കുറി സെല്ല് ഇങ്ങനെ അടുക്കുകളായിട്ട് മെർക്കുറി സെല്ല് കാണാം. അടുത്തത് നിക്കൽ കാഡ്മിയം സെൽ. നിക്കൽ കാഡ്മിയം സെൽ. റീചാർജ് ചെയ്യാവുന്ന ടോർച്ചുകൾ കണ്ടോ? ഇത്തരത്തില് റീചാർജ് ചെയ്യാൻ പറ്റുന്ന ടോർച്ചുകളിലാണ് സാധാരണ നിക്കൽ കാഡ്മിയം സെല്ല് നമ്മൾ സാധാരണയായിട്ട് കണ്ടുവരുന്നത്. വേറെ എന്തിലൊക്കെയാണ്? ക്യാമറകള്, വാച്ചുകളിലൊക്കെ നിക്കൽ കാഡ്മിയം സെല്ല് യൂസ് ചെയ്യാറുണ്ട്. നിക്കൽ കാഡ്മിയം സെല്ല് ഇതേ ഷേപ്പ് തന്നെ വേണമെന്നില്ല. നമ്മൾ മെർക്കുറി സെല്ലിന്റെ ഷേപ്പിലും നിക്കൽ കാഡ്മിയം സെല്ല് കാണാറുണ്ട് കേട്ടോ. അടുത്തതാണ് ലിഥിയം അയോൺ സെല്ല്. ലിഥിയം അയോൺ സെല്ലിന്റെ മൊബൈലിലും ലാപ്ടോപ്പുകളിലും എടുക്കുന്ന ഇത്തരം സെല്ലുകളാണ് നമ്മൾ ലിഥിയം അയോൺ സെല്ലുകൾ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ വിവിധതരം സെല്ലുകൾ നമ്മൾ പഠിച്ചല്ലോ. വിവിധതരം സെല്ലുകൾ നമ്മൾ പഠിച്ചല്ലോ. ഒന്നുകൂടി നമുക്ക് അതിന്റെ പേരും കാണാനൊക്കെ ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കിച്ചാലോ. അപ്പൊ ഇതാണ്
ഡ്രൈ സെൽ. ചിത്രം ഒന്നുകൂടി ശ്രദ്ധിക്കാം. ഡ്രൈ സെൽ. ഇതാണ് മെർക്കുറി സെൽ. ലിഥിയം അയോൺ സെൽ. നിക്കൽ കാഡ്മിയം സെൽ അല്ലെ, നിക്കൽ കാഡ്മിയം സെൽ, ലിഥിയം അയോൺ സെൽ, മെർക്കുറി സെൽ, ഡ്രൈ സെൽ. ഓർമ്മയുണ്ടാവുമല്ലോ. അപ്പൊ നന്നായിട്ട് ഓർത്ത് വെക്കാം. ഈ ഒരു നമ്മൾ നേരത്തെ കാണിച്ച ടേബിൾ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ, കൂടുതൽ ഉപകരണങ്ങൾ കണ്ടെത്തി നിങ്ങൾക്ക് അത് വിപുലീകരിക്കാം. അപ്പോ ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ചോദ്യങ്ങൾ നിങ്ങളോട് ചോദിക്കട്ടെ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് അറിയണമല്ലോ. അപ്പോ എന്താണ് ഫസ്റ്റ് ചോദ്യം? എന്താണ്? സ്ക്രീനിലേക്ക് നിങ്ങളുടെ ചോദ്യം കാണുന്നില്ലേ? വൈദ്യുത ലേപനം എന്നാൽ എന്ത്? എന്താണ് വൈദ്യുത ലേപനം? വൈദ്യുതി ഉപയോഗിച്ച് ലോഹവസ്തുക്കളിൽ മറ്റൊരു ലോഹത്തിന്റെ ആവരണം തീർക്കുന്നതിനാണ് നമ്മൾ വൈദ്യുത ലേപനം, ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇലക്ട്രോലൈറ്റുകൾ എന്നാൽ എന്താണ്? വൈദ്യുതി ഉപയോഗിച്ച് വിഘടിപ്പിക്കുന്ന വസ്തുക്കൾ അല്ലെ. ഏതൊക്കെയാണ് ഇലക്ട്രോലൈറ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നത് സാധാരണ? ആസിഡുകള്, ആൽക്കലികള്, പിന്നെന്താണ് ലവണങ്ങള്. ഇവയൊക്കെ അതിന്റെ ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനിയിലും എന്താണ് ഇലക്ട്രോലൈറ്റുകളായിട്ട് ആക്ട് ചെയ്യുന്നു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത ചോദ്യം എന്താ? വൈദ്യുത ലേപനം നടത്തുന്നതിന്റെ മെച്ചങ്ങൾ എന്തെല്ലാം? അത് നിങ്ങൾ ഇപ്പൊ എഴുതണ്ട, അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആക്കിയിട്ട് തരാം കേട്ടോ. അടുത്തെന്താ? വിവിധ തരം സെല്ലുകൾ ഏവ. വിവിധ തരം സെല്ലുകൾ ഏതൊക്കെയായിരുന്നു? പറഞ്ഞു നോക്കൂ. 4 സെല്ലുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒന്ന് ഡ്രൈ സെൽ, രണ്ടാമത്തത് മെർക്കുറി സെൽ, നിക്കൽ കാഡ്മിയം സെൽ, ലിഥിയം അയോൺ സെൽ. വെരി ഗുഡ്. അപ്പൊ എന്താണ് ഹോംവർക്ക്? വൈദ്യുത ലേപനത്തിന്റെ മെച്ചങ്ങൾ എന്താണെന്ന് എഴുതി വരിക കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തുക. അപ്പൊ ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നന്നായിട്ട് ടെക്സ്റ്റ് വായിച്ചിട്ട് പഠിക്കാം. താങ്ക് യു.